കർപ്പൂരം തീ പിടിച്ച വിലയായി. പണ്ട് വിലക്കയറ്റം ഉണ്ടായ ഉടനെ ചൂട്ടും കത്തിച്ച് പന്തോ കത്തിച്ചാണ് ഇപ്പൊ ആരെയും കാണാനില്ല. ഇതുപോലെ അഴിമതി ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ജനങ്ങൾ മൊത്തം അനുഭവിച്ചോണ്ടിരിക്കുകയല്ലോ ഇപ്പൊ എല്ലാ കാര്യങ്ങളിലും. അർഹതയില്ലാത്തവരാണ് ഇന്ന് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്. ഒരു നേരം മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഉണ്ട്. പക്ഷേ ഈ വീട്ടിൽ AC വെച്ച് 2 നില കെട്ടിടവും വെച്ച് മക്കൾ ഗൾഫിൽ നിന്നുള്ള വരുമാനവും കൊണ്ട് ജീവിക്കുന്നവർ പെൻഷൻ മേടിക്കുന്നുണ്ട്. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം പരസ്പരം ജയിക്കുമെന്നാണ്. കാര്യം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. ഇതും കഴിഞ്ഞ കാലം വരെ കോൺഗ്രസിനോടൊപ്പം നിന്നതാണ്. ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയി നോക്കാം. അത് സാധാരണപ്പെട്ടവന് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചികിത്സ കിട്ടും? എന്തെങ്കിലും ചെറിയ ആയിട്ട് എന്നാലും പറയും മെഡിക്കൽ കോളേജിൽ പോകാൻ പോകും. പിന്നെ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലെ. ഞാൻ ഭിന്നേഷിക്കാരനാണ്. എനിക്ക് കാല മുറിവുകളാണ്. ചില മരുന്നുകൾ അവിടെ ഇല്ല, നല്ല ട്രീറ്റ്മെന്റ് കിട്ടാറില്ല. അതുകൊണ്ട് പിണറായി സർക്കാർ ഒരിക്കലും നല്ലതല്ല. 5 വർഷം ശരിക്കും ജനജീവിതം സ്തംഭിപ്പിച്ച ഒരാളാണ് പിണറായി. അത് ഇനിയും വരരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഈ എത്ര ലക്ഷം കോടിയാണ് നമുക്ക് കടം. ഇതിന്റെയൊക്കെ പലിശ അടയ്ക്കാൻ തന്നെ എത്ര കോടി വേണം നമുക്ക്. പിന്നെ അങ്ങനെ വികസനം ഉണ്ടാകാൻ ഈ സർക്കാരുകളെല്ലാം മാറി മാറി വന്നിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ നമ്മുടെ കുട്ടികൾക്ക്? ആ ഒരു മാറ്റം ഉണ്ടെങ്കിൽ BJP വരണം. 10 വർഷമായില്ലേ ഒരു ഭരണമാറ്റം ആവശ്യമാണ്. 14 മാസം പെൻഷൻ കൊടുക്കാറുണ്ട് ക്ഷേമനിധിയാണ്. അങ്ങനെ ഓരോ സാധനങ്ങളുടെ വില എന്തോ. BV രാജേഷിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ പോലെ കഴിവുള്ള ഒരു വ്യക്തി വരണം. അതാണ് എൻ്റെ അഭിപ്രായം. മാറണം. ഇടത് മാറി വലത് മാറി, വലത് മാറി ഇടത് മാറി. കാരണം ഇവർ വളരെയേറെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നാണ്. കേരളത്തിൽ ഇവർക്ക് അധികാരം വേണം. മൂന്നാമതൊരു കക്ഷി വേണം, അതായത് BJP വരണം. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും കരുത്തുറ്റ നേതാക്കളുള്ള ആലപ്പുഴയിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇവിടുത്തെ ജനങ്ങൾ ഹാപ്പിയാണോ? അതോ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിക്കാം. കർപ്പൂരം തീ പിടിച്ച വിലയായി. ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ആർക്കും ഒരു വിഷയവുമില്ല. ശരിയാണ്. പണ്ടതല്ല. പണ്ട് വിലക്കയറ്റം ഉണ്ടായ ഉടനെ ചൂട്ടും കത്തിച്ച് പന്തോ കത്തിച്ച് നടക്കും. ശരിയാണ്. ഇപ്പൊ ആരെയും കാണാനില്ല. ബന്ധമില്ല. ടയർ മാത്രമേ ഉള്ളൂ. അതും എടുത്തോണ്ട് മറ്റുള്ള ആൾക്കാർ കച്ചവടത്തിന് എടുത്തോണ്ട് പോവാം. പിന്നെ പോലീസ് ആഭ്യന്തരം വളരെ അഴിമതിയായിരുന്നു. ആഭ്യന്തരം എന്ന് പറയുന്നത് ഇതുപോലെ അഴിമതി ഉണ്ടായ ഒരു കാലം ഉണ്ടായിട്ടില്ല. ആഭ്യന്തരം എന്ന് പറയാം. പാർട്ടി കാശ് ഇപ്പം സാധനത്തിന് മുടക്കവും വേണം. അതിനുള്ള ബെനിഫിറ്റ് കൊച്ചു കച്ചവടക്കാരന് കിട്ടുന്നുമില്ല. ഒന്നാമത്തെ അതെ, കൊച്ചു കച്ചവടം എല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. മുൻപേറെ 10 വർഷത്തിന് മുമ്പ് അവർ പറഞ്ഞ് ഈ LDF വരും എല്ലാം ശരിയാകുമെന്ന്. അവരെല്ലാം ശരിയാക്കി തന്നേച്ചിറങ്ങുക. ഇനി ജനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു പ്രശ്നവുമില്ല. അവരെല്ലാം ശരിയാക്കി തന്ന് ഏറ്റവും വന്ന് ക്ഷേത്രങ്ങൾ വരെ ശരിയാക്കി എടുത്തിരിക്കുക. അവർ നികുതി ഏർപ്പെടുത്താനുള്ള ഒറ്റ ചിന്തയേ ഉള്ളൂ. ശരിയാണ്. അല്ല വേറെ ഒരു ഗുണവും ജനങ്ങൾക്കില്ല. പിന്നെ വികസനം എന്തുകൊണ്ടെന്നാ നേരത്തെ ഉള്ള വികസനമല്ല. അല്ലാതെ അതൊന്നും പറയാനൊക്കത്തില്ല. ഇല്ല, പിണറായി അല്ല 90% വരത്തില്ലെന്നുള്ളതാണ് ആഗ്രഹം. പിന്നെ കോൺഗ്രസ് വന്നാലും ഭരണ നേട്ടം ഉണ്ടാകത്തില്ല. അതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഈ എത്ര ലക്ഷം കോടിയാണ് നമുക്ക് കടബാധ്യത ഉള്ളത്. ഇതിൻ്റെയൊക്കെ പലിശ അടയ്ക്കാൻ തന്നെ എത്ര കോടി വേണം നമുക്ക്. പിന്നെ അങ്ങനെ വികസനം ഉണ്ടാകാൻ ആ ഒരു മാറ്റം വരണമെങ്കിൽ BJP വരണം. BJP വന്നു കഴിഞ്ഞാൽ അതിനകത്ത് മാറ്റം വരുന്നതിന് കേന്ദ്രത്തിൽ നിന്ന് വല്ല ധനസഹായം കിട്ടും. BJP വന്നാൽ അത് വേണ്ട രീതിയിൽ അത് പ്രവർത്തിച്ചാൽ കുറേ മാറ്റം വരും എന്നുള്ളതല്ലാതെ വലിയ മാറ്റം ഒന്നും വരുത്താൻ പറ്റില്ല. കുറച്ച് 10 വർഷത്തേക്ക് ഇനിയും കേരളം നോക്കണ്ട. ഇനി അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം ആകെ തകർന്നില്ലേ. ഇവിടെ ഇപ്പം +2 പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളൊക്കെ എവിടെയാണ് പോകുന്നത്? പുറത്തോട്ട് പോവാം. എന്താ പുറത്ത് പോകാൻ? നമുക്ക് ഇവിടെ അതുപോലുള്ള കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജും മറ്റ് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാശ് നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് ഇതായേനെ. ഇതൊന്നും ഒരു സാഹചര്യം ഇല്ലല്ലോ. ഈ സർക്കാരുകളെല്ലാം മാറി മാറി വന്നിട്ട് എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ നമ്മുടെ കുട്ടികൾ? എത്ര എണ്ണം ഇപ്പം കണ്ട് എൻ്റെ വീടിനടുത്ത് തന്നെ 2 ചേട്ടന്മാർ 2 പേരും പോയി. ഇപ്പം അച്ഛൻ പറഞ്ഞ് വീടൊക്കെ ശരിയാക്കാം. അവൻ പറഞ്ഞ് വീടൊന്നും ശരിയാക്കണ്ട, ഞാൻ ഇളയ മോനോടെ ജോലി ശരിയായാൽ തന്തയും തള്ളി അവരെ കൊണ്ടുപോവാം. 2 ആൺപിള്ളേരാണ്. അപ്പോൾ പിന്നെ ഇവിടെ പോയി. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് പിള്ളേരാണ് നമ്മുടെ വെളിയിൽ പോയി കിടക്കുന്നത്. നമുക്കെന്ത് നേട്ടോ? ഇവിടെ പിന്നെ 10 വർഷം കൂടെ കഴിഞ്ഞാൽ പുരാവസ്തുക്കൾ വരും. പ്രായം ചെന്ന അച്ഛനും അമ്മയും മാത്രം ഉണ്ടാവും കേരളത്തിൽ. അവരെ നോക്കാനും ആരും കാണത്തില്ല. അത്രേ ഉള്ളു. ഭരിച്ച് ശേഷിക്കുന്ന അത് മാത്രമേ ഉള്ളൂ. BJP വരണമെന്ന് ആഗ്രഹം. അതിന് കാരണം വേറൊന്നുമല്ല, ഈ 2 പേരും ഭരിച്ചില്ലേ, എത്രയോ കാലം കൊണ്ട് ഭരിക്കുക. ഇനി BJP ഒന്ന് വരണം. വന്നു കഴിയുമ്പം കുറേ മാറ്റങ്ങളുണ്ടാവും. അതാ ഒന്നാമത്തെ കാര്യം. കുറച്ച് നാൾ കൊണ്ട് ഇപ്പോൾ കയറി വരിക. 500 രൂപ കൊണ്ട് പോയാൽ എന്തോ മേടിക്കാൻ. അർഹതയില്ലാത്തവരാണ് ഇന്ന് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നത്.
അത് ഈ ഓരോ പഞ്ചായത്തിൽ നിന്നും മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആൾക്കാരെ ചെന്ന് വീടുകളിൽ കയറി ഇറങ്ങി ഇതിന് അർഹതയുള്ളവർക്ക് കൊടുക്കണം. ഈ നിവൃത്തിയില്ലാത്തവർ, ഒരു നേരം മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവർ ഉണ്ട്. പക്ഷേ ഈ വീട്ടിൽ AC വെച്ച് 2 നില കെട്ടിടവും വെച്ച് മക്കൾ ഗൾഫിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്നവർ പെൻഷൻ മേടിക്കുന്നുണ്ട്. അത് നിർത്തലാക്കണം ആദ്യം. ജനങ്ങൾ മൊത്തം അനുഭവിച്ചോണ്ടിരിക്കുമല്ലോ ഇപ്പോൾ. എല്ലാ കാര്യങ്ങളിലും A to Z കാര്യങ്ങളിൽ ജനങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുക ഓരോന്നും. ഇനി അനുഭവിക്കാനൊന്നുമില്ലേ, അറിയാം. വരുന്നെങ്കിൽ വന്നോട്ടെ, വന്നാലും നമുക്കൊന്നുമില്ല, വന്നില്ലെങ്കിലും നമുക്കൊന്നുമില്ല. നമ്മുടെ ജോലി ചെയ്യുന്നു, ജീവിക്കുന്നു, ആര് വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓരോ കുമ്പിളില്ല കഞ്ഞി. അതാണ് അവസ്ഥ, മനസ്സിലായില്ല. ഇവിടെ ആലപ്പുഴയിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? വരും, വരണം. വരാൻ അങ്ങനെ ഒരു വന്നെങ്കിലേ ഇവിടെ ഒരു മാറ്റം വരത്തില്ല. എന്നും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൊണ്ട് നടക്കുമല്ലേ, എന്നും എന്നും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മാത്രം മതിയോ? അതിന് മാറ്റം വരണം. പിണറായി സർക്കാർ ഇനി വരുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും വരുമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം. 5 വർഷം നല്ലതായിരുന്നു, 5 വർഷം കുഴപ്പക്കാരനായിട്ട് തന്നെ. 5 വർഷം ശരിക്കും ജനജീവിതം സ്തംഭിപ്പിച്ച ഒരാളാണ് പിണറായി. അത് ഇനിയും വരരുതെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ഉണ്ണിന്നാണ്. തീർച്ചയായിട്ടും പലരും CPM-ലേക്കുള്ള ഒരു അമ്മ സംസാരിക്കാൻ കേട്ട 25 വർഷം കൊണ്ട് അവർ CPM-ന് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരു തിരിഞ്ഞുപോയി. ഒരിക്കലും അല്ല. ഞാൻ അരിപ്പാട് ഹോസ്പിറ്റലിൽ സ്ഥിരം ഒരു പേഷ്യൻ്റാണ്. ഞാൻ ഭിന്നേഷിക്കാരനാണ്. ഓക്കെ, എനിക്ക് കാല മുറിവുകളാണ്. ചില മരുന്നുകൾ അവിടെ ഇല്ല. പിന്നെന്താണ്, നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടാറില്ല. അതുകൊണ്ട് പിണറായി സർക്കാർ ഒരിക്കലും നല്ലതല്ല, മഹാമോശമായി. ഇപ്പോഴും 1,10,10,000 രൂപയുടെ 10 ലക്ഷം രൂപയുടെ അദ്ദേഹം കാറ് വാങ്ങി. അപ്പോഴും ഇവിടെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന ഒരു സമയം. അദ്ദേഹം ആ കാശ് അങ്ങോട്ട് കൊടുത്തില്ലല്ലോ. മാറ്റം വേണം. കേരളം മാറിയേ പറ്റൂ. ആലപ്പുഴ വികസിച്ചോ? ഒരു വികസനമില്ല. ആലപ്പുഴ എന്ത് വികസനം? UDF-ന്റെ ഭരണകാലത്ത് പിന്നെ KC വേണുഗോപാൽ ഇരുന്ന്. പക്ഷെ ആലപ്പുഴ ബൈപ്പാസിന് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് അവിടെ എന്തെങ്കിലും ഒരു വികസനം വന്നാൽ അതിന് പൈസ അനുവദിച്ചത്. ഇത് ചുമ്മാ കേരളം മാറണം. തിരുവനന്തപുരം കോർപ്പറേഷന് ഇവിടെ പൊതുവെ നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുകൊണ്ട് തീരുമോ? നിങ്ങളൊരു 10 മിനിറ്റത്തേക്ക് വന്നിരിക്കുന്നത് തീരത്തില്ല. മാറ്റം വരണം. ഫോർ എക്സാമ്പിൾ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറിയില്ലേ, എന്തെല്ലാം വന്ന് 500 രൂപ വാടകയുള്ള ഒരു വിളക്കിന് 6,000 രൂപ എഴുതി വെച്ച് ഒരു ദിവസം 18,000 രൂപ. അപ്പം BV രാജേഷിനെ പോലുള്ള ഒരു മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഇപ്പോൾ കഴിവുള്ള ഒരു വ്യക്തി വരണം. അതാണ് എൻ്റെ അഭിപ്രായം. മാറണം, കേരളം മാറണം. ഇവിടെ വരുമെന്ന് നമ്മൾ കേരളത്തിലെ പൊളിറ്റിക്സ് അങ്ങനല്ലേ, ഇടത് മാറി വലത് മാറി, വലത് മാറി ഇടത് മാറി. കാരണം ഇവർ വളരെയേറെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരൊന്നാ. കേരളത്തിൽ ഇവർക്ക് അധികാരം വേണം. അതുകൊണ്ടല്ലേ സുധാകരൻ കോൺഗ്രസിൽ നിന്ന് പിണങ്ങി ഇപ്പോൾ ചോദിക്കുന്നത്. ഇവർക്കെല്ലാവർക്കും കാരണം നോർത്തിലോട്ട് നോക്കണ്ട, ദില്ലി നോക്കണ്ട, അവിടെ BJP-യാണ്. ഇനി ഒരു 50 വർഷം BJP തന്നെ. അപ്പോൾ ഇവർക്ക് അധികാരം വേണം. അതിനുവേണ്ടിയുള്ള അടി അത്രയേ ഉള്ളൂ, അല്ല കാര്യമൊന്നുമില്ല. ഇടതും വലതും ഭരിച്ചാലും ഒന്നുമില്ല. പക്ഷേ മൂന്നാമതൊരു കക്ഷി വരണം, അതായത് BJP വരണം. തീർച്ചയായിട്ടും, ഡെഫിനറ്റ്ലി. IT അതുപോലൊക്കെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ വന്നെങ്കിലേ നമ്മുടെ പഠിച്ചിറങ്ങുന്ന നമ്മുടെ മക്കൾക്കൊക്കെ ഇവിടെ ജോലിയാകത്തുള്ളൂ. നമ്മുടെ മക്കൾ നമ്മുടെ നാട്ടിൽ കാണത്തുള്ളൂ. അവരെ കൊണ്ട് അച്ഛനും അമ്മയ്ക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ. ഇതൊന്നും ഇല്ലല്ലോ ഇപ്പം. അവർക്ക് അവരുടെ നമ്മളെ ഒരു അല്പം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ 10 വർഷം കൊണ്ട് അവർ നന്നായിട്ടുള്ള ഇവിടെ ഭരണം, ഈ ചെറിയ പാർട്ടികൾ മുതൽ മന്ത്രിമാർ വരെ ഇന്ന് കോടീശ്വരന്മാരാണ്. അവർക്ക് വികസനം ഉണ്ടായി, മറ്റേ നാട്ടുകാർക്ക് വികസനം ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ പാവങ്ങളല്ല ഒന്നുമില്ല, എല്ലാം കാശുകാരാന്ന് പറഞ്ഞാണ് നമ്മുടെ മുഖ്യമന്ത്രി. പക്ഷേ ദാരിദ്ര്യമുക്തമാണ്. പക്ഷേ എത്രയോ ആൾക്കാർ ഇന്ന് കഞ്ഞി കുടിക്കാതെ എത്രയോ ആൾക്കാർ കിടക്കുന്നുണ്ട്. എവിടെ അവരെ ആരെങ്കിലും അവർ നോക്കുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ പറച്ചിൽ എന്ത് വേണേലും പറയാം. അതുകൊണ്ട് ഇത് ഒരു മാറ്റം ആവശ്യമാണ്. BJP തന്നെ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ BJP വരണമെന്നുള്ളിടത്താണ്. കാരണം ഇവർ രണ്ടുപേരും ഭരിച്ചില്ലയോ, അവരുടെ ഭരണോട് നമുക്കൊന്ന് അറിയാമല്ലോ. അപ്പോൾ ഏതാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെന്ന് നമുക്കറിയാമല്ലോ. അതിനുവേണ്ടി അല്ലാതൊന്നുമല്ല. ഹരിപ്പാടിൻ്റെ വിഷയങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇപ്പോഴത്തെ MLA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി വ്യക്തിപരമായിട്ട് ആളന്തരമൊക്കെ കണ്ടുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പുള്ളിക്ക് ന്യൂനപക്ഷങ്ങളാണ് ഏറ്റവും വലിയ വിഷയം.
ബാക്കിയുള്ളവരെ ഒന്നും പുള്ളിക്ക് എത്ര കാര്യങ്ങളൊന്നുമില്ല. പറയുമ്പോൾ പുള്ളി കാര്യങ്ങളൊക്കെ പറയും. MLA വരാറുണ്ടോ? എവിടെ വരുന്ന പുള്ളി ആകെപ്പാടെ വരുന്നത് പറഞ്ഞാൽ ആരെങ്കിലും പിന്നെ അതുപോലെ പുള്ളിയുടെ അടുത്ത ആൾക്കാരെങ്കിലും വല്ല മരിപ്പോ കല്യാണം ഉണ്ടെങ്കിൽ പുള്ളി വരും. അല്ലാതെ വേറെ ജനകീയമായിട്ടുള്ള വിഷയങ്ങളൊന്നും പുള്ളിയുടെ വിട്ടിട്ടൊന്നുമില്ല. സന്ദീപ് ബസ്പതി വന്ന മാറ്റം വരും. എനിക്ക് നല്ല ഉറപ്പുള്ള. കാരണം ഞാൻ പുള്ളിയെ അത്ര ഒരു പുള്ളിയുടെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കാണാറുള്ളതാണ്. അതുകൊണ്ട് പുള്ളി വന്ന മാറ്റം വരും. അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല. കാരണം UDFന്റെ ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് ഈ ന്യൂനപക്ഷ പ്രകടനം വെച്ച് മൂന്നാം പിണറായി സർക്കാർ വരും എന്ന് തന്നെ പറയാൻ പറ്റത്തുള്ളൂ. UDF വരും എന്ന് പറയാൻ പറ്റത്തില്ല. UDFന്റെ കാര്യം പറയാൻ പറ്റുന്ന UDF ഇപ്പം എന്തുവാ പിന്നെ ജമാഅത്ത് ഇസ്ലാമി, പിന്നെ പോപ്പുലർ ഫ്രണ്ട്, PDP ഇവരെയൊക്കെ പ്രീണിപ്പിച്ചുകൊണ്ട് നടക്കുന്നിടത്ത് പിന്നെ അതിപ്പോൾ സതീശൻ എന്താ പറയുന്നത്? സതീശനൊക്കെ വന്ന് കയറിക്കഴിഞ്ഞാൽ ഉടനെ പിന്നെ RSSനെ നിരോധിക്കും, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ നെഞ്ചോട്ട് കുതിര കയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? UDF കയറുമോ? ഞങ്ങളെപ്പോലുള്ളവരൊക്കെ അങ്ങനെ ചിന്തിക്കുന്നില്ല. UDF കയറുന്നതിനെ പറ്റി ഞങ്ങൾ ചിന്തിക്കുന്നില്ല. മതേതരം എവിടെ മതേതരം? ഇവർ ഭരിക്കാൻ കയറി കഴിഞ്ഞാൽ 5 മന്ത്രിമാരാരുടെയാ, 16 MLAമാരാരുടെയാ? എവിടെ മതേതരം? കഴിഞ്ഞ പ്രാവശ്യം LDF പിടിച്ചു വെച്ചായിരുന്നു പിന്നെ ജമാഅത്ത് ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും മറ്റേതും പറഞ്ഞത്. ഈ പ്രാവശ്യം UDF പിടിച്ചു. അല്ല ഇവിടെ എവിടെ മതേതരത്വ പാർട്ടി ഏതാ? UDF ഇല്ല, LDF ഇല്ല. ഞാൻ വേറെ വ്യക്തിപരമായിട്ട് പറയുന്ന കാര്യങ്ങൾ പിന്നെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ എന്നല്ല, പുതിയ തലമുറയിലുള്ള ആൾക്കാരുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ഇങ്ങനെ പറയത്തുള്ളൂ. കാരണം വികസനം എന്നുള്ളതല്ല ഇവരുടെ കാഴ്ചപ്പാട്. ശരി, ഇവരുടെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളല്ല ഇവർക്ക് വിഷയം. ഇവർക്കെന്ന് പറഞ്ഞാൽ കുറേ ന്യൂനപക്ഷ പ്രകടനം നടത്തുക എന്നുള്ളതല്ലാതെ, ന്യൂനപക്ഷം എന്നാൽ പ്രത്യേകിച്ച് മുസ്ലിം, അല്ലാതെ വേറെ ക്രിസ്ത്യൻസിന് ഇവരെ കൊണ്ടൊന്നും വലിയ ഗുണങ്ങളൊന്നുമില്ല. മുസ്ലിം പ്രകടനമാണ് പുള്ളി. പിന്നെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ആറാട്ടുപുഴയിലും പിന്നെ തൃക്കുന്നപ്പുഴയിലും അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോലുള്ള വികസനമൊക്കെ പുള്ളിയേ ഉള്ളൂ. അവിടെ എന്താ വികസനം? ആ കടൽ ഭിത്തി വല്ലതും ഉണ്ടോ? പല്ലനെ വല്ലതും ഉണ്ടോ? തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ വെച്ച് നോക്കിയാൽ എവിടെ വികസനം നടന്നിരിക്കുന്നു? ഈ തീരദേശ പിന്നെ റോഡും മറ്റേതും മറിച്ചും എല്ലാം കേന്ദ്രമുണ്ടല്ലേ. ഈ പുള്ളി പിന്നെ UDF ഇവിടുന്ന് പോയിട്ട് എത്ര വർഷമായി? ഈ 10 വർഷത്തിനിടയ്ക്കല്ലേ തീരദേശ റോഡ് വന്നത്. ഇതിനു മുമ്പായിട്ട് അവിടെ തീരദേശ റോഡ്? ഈ തോട്ടപ്പള്ളി മുതൽ ആറാട്ടുപുഴ വരെ എന്തുവാ? ചെറിയ അഴിക്കലും വഴിയഴിക്കലും നോക്കണം. പുള്ളി ഇനി അരിപ്പാട് MLA പറ്റി എന്തെങ്കിലും പറയാനുള്ളത്? അമ്പലപ്പുഴ MLA എന്തുവാ? സലാം എന്തുവാ ചെയ്തിരിക്കുന്നത്? എല്ലാവരും ഈ അരിപ്പാടെന്നല്ല എവിടെ വെച്ച് നോക്കിയാൽ ഇപ്പോൾ പ്രതികാരി എന്തുവാ? കായംകുളത്ത് വികസനമൊന്നും പറയാൻ പറ്റുന്ന വികസനം. പിന്നെ പാലക്കാട് പറയാൻ പറ്റുന്ന കായംകുളം അവർക്ക് പിന്നെ പറ്റുന്നതിനുള്ള വികസനങ്ങളൊക്കെ ആയിരിക്കും. മാറ്റം വരണം. സന്ദീപ് ബസ്പതി ജയിക്കണം എൻ്റെ ഇത്. എനിക്ക് തോന്നുന്ന പ്രവർത്തനങ്ങൾ വാഗ്ദാനങ്ങളായിട്ടേ ജനങ്ങളുടെ മുന്നിൽ നമുക്കൊരു വാഗ്ദാനങ്ങൾ തരികയാണ്. പക്ഷെ തരുന്ന വാഗ്ദാനങ്ങൾ അത് പ്രവൃത്തിയിൽ കൂടെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രായോഗികമാക്കി മാത്രമേ ജനങ്ങൾ ഏത് വരണമെന്ന് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. മാറ്റം വരണം. ഇപ്പം 3 ഹരിപ്പാടം മരിച്ചു അമ്പലക്കുളത്തിൽ. എന്താ ദേവസ്വം ബോർഡിന് ഇതിലാണ്, പുള്ളിക്ക് കഴിവില്ലാണ്. അവിടുത്തെ ഹരിപ്പാട്ട MLA ആണല്ലോ, കഴിവില്ല. ദേവസ്വം ബോർഡ് പുള്ളി പ്രതിപക്ഷ നേതാവ് നേരത്തെ ആയിരുന്നു. ഇപ്പോൾ പുള്ളിക്ക് MLA ആയിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് സമരം ചെയ്ത ദേവസ്വം ബോർഡിൻ്റെയൊക്കെ. ദേവസ്വം ബോർഡിൻ്റെ വേണ്ട, പുള്ളി MLA ഫണ്ട് വെച്ച് വേണമെങ്കിൽ പിന്നെ കുളം നവീകരിച്ച് എന്തെങ്കിലും ചെയ്യാമായിരുന്നല്ലോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഹരിപ്പാട് പടിഞ്ഞാറ് റോഡും കിഴക്കാർ റോഡും എല്ലാം വെള്ളമാണ്. പിന്നെന്താ പുള്ളി ചെയ്യുന്നു പറഞ്ഞാൽ ഇതുപോലൊക്കെയാ. ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും പുള്ളി ചെയ്യുന്നില്ല. പുള്ളിക്ക് കുറേ സിൽബന്ധിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ യോജിക്കുന്നു. മാറ്റം വരണം. നേരം പിന്നെ മറ്റുള്ള പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ എന്തുമാത്രം പ്രോജക്റ്റുകളുണ്ട്. നമ്മുടെ കേരളം ഒഴികെ പുറത്ത് അങ്ങോട്ടുള്ള സംസ്ഥാനങ്ങൾ ഈ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് കൊണ്ട് ജീവിക്കുന്ന സംസ്ഥാനങ്ങളുണ്ടത്. പക്ഷേ അതേപേക്ഷിച്ച് നമ്മുടെ കേരളവും പല കാര്യങ്ങളും നമ്മുടെ കേരളത്തോട് കടന്നു വരുന്നില്ല, അത് ബ്ലോക്കായി പോവുക. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. അത് വരുന്ന ഏത് പാർട്ടി ആയാലും അത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളത്.
അത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പുള്ളിയുടെ സമയങ്ങളും അത് ഇപ്പോൾ ഇവിടുത്തെ എം എൽ എ സംബന്ധിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ സിൽബന്ധികൾ വിളിക്കുന്നതെല്ലാം പോകും. അത് ആ ഇലക്ഷൻ വരുന്ന സമയത്തേ ഉള്ളൂ രമേശിനെ കാണണമെന്നുണ്ടെങ്കിൽ. അല്ലാതെ പിന്നെ രമേശിനെ പറ്റി നല്ല നേരത്തെ അരിപ്പാട് ബസ് സ്റ്റാൻഡ് എന്തുവാ കാണിച്ചു വെച്ചിരിക്കുന്നത്? അവിടെ എന്തോ ബസ് സ്റ്റാൻഡ് എന്ന് പറയാൻ പറ്റുമോ? അരിപ്പാട് ബസ് സ്റ്റാൻഡ് ചെന്ന് നോക്കി അതിൻ്റെ ശോചനീയാവസ്ഥയൊന്ന് നോക്കി. ബാത്റൂം ഉണ്ടോ? അതിൻ്റെ അപ്പുറത്ത് തൊട്ടപ്പുറത്ത് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിനകത്ത് പാർക്കിങ് കൊടുത്തിരിക്കുന്നു. ബസ് എവിടെ പാർക്ക് ചെയ്യുന്നത്? എവിടെ? അരിപ്പാട് ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ എന്തു ഇപ്പം? പഴയ ബസ് സ്റ്റാൻഡ് ആയിരുന്നെങ്കിലൊക്കെ എത്രയോ ഭേദമായിരുന്നു. ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം മനസ്പേരി ജയിക്കുമെന്ന് തന്നെയാണ്. കാര്യം മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾ. ഇപ്പോൾ 25 വർഷമായിട്ട് പുള്ളി ഭരിച്ചുകൊണ്ടിരിക്കുമല്ലോ. പുള്ളിയുടെ വികസനങ്ങളൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രായോഗികമായിട്ട് ജനങ്ങൾക്കോ പാവപ്പെട്ടവർക്കോ സാധാരണക്കാർക്കോ യാതൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു മാറ്റം ആവശ്യമാണെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മൾ തന്നെ ഉണ്ട്. ഇദ്ദേഹം കഴിഞ്ഞ കാലം വരെ കോൺഗ്രസിനോടൊപ്പം നിന്നതാണ്. ഇതാ ഇപ്പം നോക്ക് പുള്ളിയുടെ എന്ന് പറയും മറുപടി. സന്ദീപ് ജയിക്കണം ഞങ്ങൾക്ക് ആഗ്രഹം. എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? മാറ്റം ആഗ്രഹമില്ല, എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? എന്താ പ്രശ്നങ്ങളല്ലേ? സാധാരണപ്പെട്ടവന് ഹോസ്പിറ്റൽ അരിപ്പാട് ഹോസ്പിറ്റലിലേക്ക് പോയി നോക്കാം. അത് സാധാരണപ്പെട്ടവന് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചികിത്സ കിട്ടുന്നത്? ഒന്നും കിട്ടുന്നില്ല. എന്നിട്ട് അവർ നേരെ പറയും എന്തെങ്കിലും ഒരു ചെറിയ ആയിട്ട് എന്നാലും പറയും നേരെ മെഡിക്കൽ കോളേജിൽ പോകാൻ പോകും. പിന്നെ നമ്മൾ നേരെ മെഡിക്കൽ കോളേജിൽ പോയാൽ പോലെ ഒരു തന്നെ. പിന്നെ എന്തെല്ലാം റോഡുകളുടെ വികസനം, നിങ്ങൾ റോഡ് എന്ത് പണ്ടുള്ള റോഡേ ഉള്ളൂ. ഇപ്പോഴും ജനമുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്, വികസനമൊന്നും വരുന്നില്ല. ഹൈവേ വികസിക്കുന്നുണ്ട്, അത് കേന്ദ്ര പദ്ധതിയാണ്, അത് വികസിക്കുന്നുണ്ട്. അതിനെ ഇപ്പോൾ ജനങ്ങൾക്കറിയാം, ജനങ്ങൾക്കെല്ലാം അറിയാം. അവരതനുസരിച്ച് വോട്ട് ചെയ്യും. നല്ലൊരു മാറ്റം ഉണ്ടാവും, നല്ലൊരു വിജയമാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ബാക്കിയൊക്കെ ജനങ്ങളെ ഇല്ല, ഒരിക്കലും ഇല്ല. എന്ന് പറഞ്ഞാൽ പുള്ളി മുൻകാലങ്ങളിൽ ചെയ്ത ഈ 10 വർഷം ചെയ്ത് ജനങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എണ്ണി പറഞ്ഞാൽ തീരത്തില്ല. അതുകൊണ്ടൊന്നും പറയേണ്ടതായിട്ടില്ല. ഒരു കാരണവശാലും LDF ഭരണം ഉണ്ടാകത്തില്ല. അത് 100% ഉറപ്പാണ്. ഓട്ടോ സാധാരണപ്പെട്ടവൻ്റെ അതിന് എന്തെല്ലാം കൂട്ടിയേക്കുന്നത്? സാധാരണപ്പെട്ടവന് വണ്ടി കൊടുത്ത് ഓടിക്കാൻ പറ്റാത്തില്ല. ടാക്സിനായാലും ക്ഷേമതി ആയാലും പിന്നെ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ. തമിഴ്നാട്ടിൽ പോയി ഡീസൽ അടിച്ചാൽ 5 രൂപ കുറവാണ്, ഇവിടെ അടിച്ചാലോ? അപ്പോൾ നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നില്ലേ? സാധാരണപ്പെട്ടവന് ഇടത്തരക്കാരന് മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്, അതുണ്ടാവും. അക്കൗണ്ടല്ല, സീറ്റുകൾ കൂടുതൽ വഴിക്കും. ശോഭ ചേച്ചി ഇന്നപ്പോൾ ഈ 15 ബൂത്തുകളിൽ 13 ബൂത്തിലും BJP ആയിരുന്നു ഒന്നാം സ്ഥാനത്ത്. 15 ബൂത്തിൽ 13 ബൂത്തിലും BJP ഒന്നാം സ്ഥാനത്ത് വന്നു. ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്തും അവർ തന്നെ സ്ഥിരം ഈ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് 13 ബൂത്തിലും BJP ഒന്നാം സ്ഥാനത്ത് വന്നത്. ബാക്കി 2 ബൂത്തിലാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അപ്പോൾ ഭയങ്കര ഒരു മാറ്റമല്ലേ ഇവിടെ വന്നത്. അപ്പോൾ ഓരോ ഇലക്ഷൻ കഴിയുന്തോറും മാറ്റം. അല്ലാതെ ഒറ്റയടിക്കൊരു ഭരണം ഉണ്ടാകുന്നൊരിക്കലും നമ്മളങ്ങനെ വിശ്വസിക്കുന്നത് അത്ര മണ്ടന്മാരൊന്നുമല്ല. ക്രമേണ അത് കൂടിക്കൊണ്ട് വന്നിരിക്കും. ഒരു കാലത്ത് വെച്ചാൽ ഒരു 5 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഭരണത്തോട്ട് അടുത്ത് വരും. അത് 100% ഉറപ്പാണ്. മാറ്റം വരും, തീർച്ചയായിട്ടും ഉണ്ടാവും. മടുത്തില്ലേ ജനം? ഈ 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾ മാറി മാറി പരീക്ഷിച്ച് ഒരു കാര്യമില്ല. ഉണ്ടാവും തീർച്ചയായിട്ടും. ഓക്കെ വരാറുണ്ട്. എന്ത് വന്നു? ഈ ഇപ്പൊ ഒരാഴ്ചക്ക് മുമ്പ് ഇലക്ഷനായിട്ട് വന്നല്ല, അല്ലാതെ പുള്ളി മിക്കവാറും ഒക്കെ വരാറുണ്ട്. കാര്യം സാറിന് വളരെ സത്യസന്ധയോട് പറയണം, പുള്ളി വരാറുണ്ട്, മിക്കവാറും കാണാറുണ്ട്. നമ്മൾ സൗഹൃദം പങ്കിടാറില്ല, എങ്കിലും കാണാറുണ്ട്. എവിടെല്ലാം വെച്ചിട്ടുണ്ട്, ഈ മുട്ട തന്നെ പലതും വെച്ചിട്ടുണ്ട്. പുള്ളി എവിടെ വെച്ചിട്ടുണ്ട്? പറ. ഈ ഇലക്ഷൻ പ്രമാണിച്ചതിന് മുമ്പേ പുള്ളി ഇവിടെ ഏതെങ്കിലും കാര്യത്തിൽ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറ. അല്ലെങ്കിൽ അത് അണ്ണന്റെ വിദ്യാധാരണയാണ്. ഒരു കാരണവശാലും രമേശ് ചെന്നിത്തല ജയിക്കാൻ ചാൻസ് ഇല്ല. രമേശ് ചെന്നിത്തല ഇപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ച് വന്നതല്ല. അതിന് മുമ്പേ പുള്ളി എത്ര വർഷം കൊണ്ട് 25 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നു. അതിന് മുമ്പേ പുള്ളി ചെറുപ്പത്തിൽ ആദ്യമായിട്ട് നിന്നത് ഈ പഞ്ചായത്തിലാണ്, ഈ മണ്ഡലത്തിലാണ്. അന്നാണ് ഗ്രാമവികസന വകുപ്പ് മന്ത്രിയായിട്ട് പുള്ളി നിൽക്കുന്നത്. അതിനൊട്ടും ഇങ്ങോട്ടുള്ള ബന്ധമാണ് പുള്ളി. പക്ഷേ ഇലക്ഷൻ പ്രമാണിച്ചപ്പോൾ പുള്ളി ഇവിടെ വന്നുള്ള സത്യമാണ്. അതിന് മുമ്പേ പുള്ളി ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ജനങ്ങളുടെ പ്രശ്നങ്ങളോ കേൾക്കാറോ? ഇപ്പൊ തന്നെ റെയിൽവേ സ്റ്റേഷനിലുള്ള റോഡിന്റെ അവസ്ഥ ഉണ്ടല്ലേ. അപ്പം അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകുന്ന റോഡിന്റെ ഓട്ടോക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത്. കാരണം നമ്മൾ ഒരു വണ്ടിക്ക് ശരിക്ക് കംപ്ലൈൻറ്റുകൾ ഉണ്ടാകുന്നുണ്ട് അവിടെ ആ റോഡിൽ കൂടെ ഓടിക്കും. യാത്രക്കാരെ അവിടെ കൊണ്ടുവിടാതിരിക്കാൻ ഒക്കത്തില്ല. ആ റോഡ് പോലും ഒന്ന് റെഡിയാക്കാൻ പുള്ളിയെ കൊണ്ട് പറ്റുന്നില്ല. അത് വലിയൊരു വിഷയമാണ്. പുള്ളി തന്നെ കഴിഞ്ഞ പ്രാവശ്യം മുനിസിപ്പാലിറ്റി ആക്കിയിട്ട് പോലും ഒരു വികസനം അവിടെ ഉണ്ടാകുന്നില്ല. അത് ജനങ്ങൾ ശരിക്ക് ഈ പ്രാവശ്യം കൈകാര്യം ചെയ്യും എന്നാണ് മാറ്റം വരും. പിണറായി സർക്കാർ വരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
എന്തുകൊണ്ടാ? ഞങ്ങള് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അതുപോലെ അനുഭവിച്ചു. കാരണം വിദ്യാഭ്യാസമുള്ള ഒരാളിന് പോലും PSC നിയമനം ഇല്ല. എല്ലാം പുറംവാതിൽ നിയമനം. 8ഉം 10ഉം ക്ലാസ് പോലും പഠിക്കാത്ത ആളുകളെല്ലാം നല്ല ശമ്പളവും മേടിച്ച് ജീവിക്കുകയാണ്. അവരുടെ എല്ലാം ആളുകൾക്ക് പുറംവാതിൽ കൂടെ നിയമനം നടത്തുന്നു. അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. നിത്യോപ സാധനത്തിനെല്ലാം ഭയങ്കര വിലയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഇതാണ് കേരളമാണെന്നാണ് അവർ പറയുന്നത്. നമ്പര് കേരളം നമ്പർ 1 ആണ്. കേരളം നമ്പർ 1 അതിനിപ്പോ ഞാനും പറയത്തില്ലോ കേരളം നമ്പർ 1 അല്ല. ഇല്ലാത്ത കേരളമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിൽ റേഷനൊന്നും വേണ്ട. ആലപ്പുഴ ഹരിപ്പാട് മണ്ഡലം ഇപ്രാവശ്യം രമേശ് ചെന്നിത്തല പരാജയപ്പെടും. തോന്നാൻ കാരണം എന്ന് പറയുന്നത് ഈ 15 വർഷക്കാലം കൊണ്ട് ഹരിപ്പാട് വികസന രംഗത്തിൽ പരാജയമാണ്. ഒരു വരുന്നതുണ്ടല്ലോ, എന്തോ ശോഭ സുരേന്ദ്രൻ അവരെനിക്കെടുത്ത് സ്ഥലപ്പേര് ഓർക്കുന്നില്ല. അങ്ങനെയായി എടുത്ത് അവർ അക്കൗണ്ട് തുറക്കും. തീർച്ചയായിട്ടും ഉറപ്പാണ്. തീർച്ചയായിട്ടും കേരളത്തിലൊരു മാറ്റം വേണം. മാറ്റം വരണം, അത്യാവശ്യമാണത്. ഇവിടെ ഹരിപ്പാട് ഒരു നല്ല പാർക്കില്ല. കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാനും എല്ലാവർക്കും ഒരു ഇരിക്കാനും നല്ലൊരു പാർക്കും ഇല്ല. അതിപ്പം പുള്ളി പറഞ്ഞ ഒരു പാർക്ക് വന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണ്. വേറെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ജനങ്ങൾ നേരിടുന്നത്? ജനങ്ങൾ ഇവിടെ റോഡിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ KSRTC ബസ് സ്റ്റാൻഡ് ഇപ്പോഴും പുറമൊന്നും തന്നെ ഉള്ളു. അകത്ത് കയറിയാൽ ഭയങ്കര പട്ടികൾ, ബാത്റൂമും ക്ലിയർ അല്ല, ഒന്നുമല്ല. അകത്ത് കയറിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഒരുപാട് നേതാക്കളുള്ള സ്ഥലമാണ് ആലപ്പുഴ. പക്ഷേ അതിൻ്റെതായ എന്തെങ്കിലും ഗുണം ആലപ്പുഴയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ? ആലപ്പുഴ ഇപ്പം ഭരണമാറ്റം ഇല്ലേ, നമുക്ക് നോക്കാം ഇനി എന്താ ഗുണങ്ങൾ വരുമെന്ന്. ഇടത് സർക്കാർ വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇനി വരുമെന്ന് തോന്നുന്നില്ല. എന്തുകൊണ്ടാ? കഴിഞ്ഞ പ്രാവശ്യത്തെ ഭരണം നമ്മളെല്ലാവരും കണ്ടതല്ലേ. അവര് പിന്നെ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി മനുഷ്യർക്ക്. ഏതെല്ലാം തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയേക്കുന്നത്. എന്താ ഇവിടെ ഒരു വികസനം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ലല്ലോ. കുടിവെള്ള ക്ഷാമം, വൈദ്യുതിയുടെ പ്രശ്നം, ഇവിടെയൊക്കെ കറണ്ട് കട്ടൊക്കെ ഉണ്ട്. ഇപ്പോഴേ വൈദ്യുതിയുടെ പ്രശ്നം, മറ്റു തൊഴിൽ പ്രശ്നം, ഇതൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനുള്ളതല്ലേ. 10 വർഷമായില്ലേ, ഒരു ഭരണമാറ്റം ആവശ്യമാണ്. വരുന്നില്ല. അത് അതുപോലെ 10 വർഷമാകുമ്പോഴേ അവർ ഭരണത്തിന് മാറ്റമില്ല കുഞ്ഞേ. ഒരുപാട് മാറ്റങ്ങളായി. 14 മാസം പെൻഷൻ കൊടുക്കാറുണ്ട് ക്ഷേമനിധികൾ. അങ്ങനെ ഓരോ സാധനങ്ങളുടെ വില എന്തോ ഓരോ വിധത്തിലൊരു ഒരു പാക്കറ്റ് സിഗരറ്റിന് 15 രൂപ കൂട്ടിയത്. അങ്ങനെ ഓരോ വിധം എല്ലാ മനുഷ്യനും ബുദ്ധിമുട്ടാണ്. സംശയം എന്താ ഇപ്പം ഗ്യാസിൻ്റെ എല്ലാം തീർച്ചയായിട്ടും മാറ്റം ആവശ്യമില്ലേ. വേറെ എന്താ പുതിയ എല്ലാ പ്രശ്നങ്ങളല്ലയോ, എന്തോ അനുഭവിക്കാൻ. മാറ്റം ഇതൊക്കെയാ. 10 വർഷമായി കഴിഞ്ഞാൽ അതിന് മാറ്റം ആവശ്യമില്ല. പിന്നെ കൂടുതലായി കഴിഞ്ഞാൽ അവർ പിന്നെ ഒന്നുകൂടെ അത് ആവർത്തിക്കത്തേ ഉള്ളൂ. കേട്ടില്ലേ? ആലപ്പുഴയിലെ ജനങ്ങൾക്കും പറയാനുണ്ട് ഇടതിന്റെയും വലതിന്റെയും നേട്ടങ്ങളും കോട്ടങ്ങളും, ഒപ്പം അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും. ഇനി അടുത്ത ജില്ലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളതുമായി നമുക്ക് വീണ്ടും കാണാം.